പറയാനാ തോമാച്ച, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ലേലും കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ പള്ളിയിലോട്ടൊന്നും വരവില്ലേ? എന്നാ പറ്റി? എന്റെ കരിയാച്ച ഒന്നും പറയണ്ട. പഴയ പോലെ ഒന്നും ഇപ്പൊ നടക്കാൻ വയ്യ. പിടച്ച് വീഴുവാ എഴുന്നേക്കുമ്പോ. കുട്ടിച്ചേട്ടാ, ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്? അത്യാവശ്യമൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഓ, വലിയ കുഴപ്പമില്ലാതെ അത് പോകുന്നതാ. കാല് വേദനയ്ക്ക് കുറച്ച് കഷായവും മരുന്നും ഒക്കെ ഉണ്ട്. ഇനി ആർക്കും വലിയ ഭാരമൊന്നും ആകാതെ അങ്ങ് പോയാ മതി. എന്നാ ആട്ടെ, ഞങ്ങൾ പള്ളി വരെ ഒന്ന് പോകാൻ ഇറങ്ങിയതാ. നമ്മുടെ വർക്കിച്ചനെ ഒന്ന് കാണണം. ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ. എന്റെ അന്വേഷണം കൂടെ ഒന്ന് പറഞ്ഞേരെ. പൊട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അച്ഛൻ ഒട്ടിച്ചു തരാം. മോളെ, കാല് സ്ലിപ്പായി വീഴാൻ പോയപ്പോ പൊട്ടിയതാ. ഇനിയിപ്പൊ എന്നാ ചെയ്യാനോ? മക്കളെ, ഞാൻ കുറെ നേരം വിളിച്ചതാ. അത് മോള് കേൾക്കാത്ത കൊണ്ട് ജോലി തിരക്കിലാകും. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാ നീ വെള്ളം എടുക്കാൻ. മക്കളവിടെ ഇട്ടു, അച്ഛൻ തൂത്തോളാം. ഒന്നുമില്ല മക്കളെ. മുത്തച്ഛന്റെ കണ്ണിൽ പൊടി പോയില്ല. കൊച്ചു പോയി കളിച്ചോ. ഇല്ല മക്കളെ, കേട്ടായോ? അപ്പോ കുരുത്തക്കേട് കാണിക്കുന്നതുകൊണ്ടല്ലേ അമ്മ നിന്നെ വഴക്ക് പറയുന്നേ?
ഇല്ലെങ്കിലും ഈ വയസ്സാകാലത്ത് ഓർസറിയാ നല്ലത്. അസുഖമൊന്നും വരത്തില്ലല്ലോ. വേണ്ട മക്കളെ, അവള് കണ്ട അറിയാലോ. വേണ്ട മക്കളെ, ഈ അവള് വല്ലതും കണ്ടാൽ അത് ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. എന്നാലും ഇത് മധുരമൊക്കെ തിന്നാനൊരു